ഈ ഇൻവെസ്റ്റിഗേഷനും പ്ലാനിങ്ങും ഡിസൈനും സർവ്വ ചുമതലകളും ഈ കമ്പനികൾക്ക്, പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറുക ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനികളൊക്കെ വേറെ സ്ഥലത്ത് വരുന്നതാണ്. അവരുടെ കേരളത്തിലെ മഴ എന്താണെന്ന് അറിയില്ല, കേരളത്തിലെ നീരൊഴുക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേശീയപാതയിലൂടെ, ഞാൻ ഈ പറയുന്ന വലിയ മഴയുണ്ടായിരുന്ന ആദ്യത്തെ ദിവസം, ഈ പറയുന്ന രാത്രിയെ ഈ കടുത്ത മഴയിൽ വടകരയ്ക്കും കണ്ണൂരിനിടയിൽ ഒരു കാറിൽ സഞ്ചരിച്ചപ്പോൾ നേരത്തെ വേണു പറഞ്ഞിട്ടുള്ള ഈ അപകടം എനിക്ക് മനസ്സിലായതാണ്. എൻ്റെ കാറ് പോയിട്ടൊരു വലിയ വെള്ളക്കെട്ടിൽ, എവിടെ ഈ 6 വരിയായിട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞ ഒരു ഒരു NH സർഫസിന്റെ ഇടത്തെ അറ്റത്തെ ലൈനിലെ ഭീകരമായ വെള്ളക്കെട്ട് കുടുങ്ങി കാറിലെ എഞ്ചിൻ ഓഫ് ആകുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇത് ഞങ്ങളൊന്നും തീർച്ചയായിട്ടും ഈ പണിയെടുത്ത കാലത്ത് സംഭവിച്ചിട്ടില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കേരളത്തെക്കുറിച്ചറിയാം. ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് റോഡ് പണിയേണ്ടത് എന്ന കാര്യത്തിൽ സാങ്കേതികമായി സിവിൽ എഞ്ചിനീയറിങ്ങിനെ അനുസരിക്കുന്ന, സിവിൽ എഞ്ചിനീയറിംഗിലെ പാഠങ്ങളെ അനുസരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. കരാറ് കമ്പനിയാണ് ചെയ്യുന്നത്. അവർക്ക് ആകെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, പൈസ ഉണ്ടാക്കുക, വേറൊന്നുമില്ല, കൊള്ള ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് തീർക്കുക. അത് കാണുകയാണ്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള പതിറ്റാണ്ടുകളുടെ ഈ പണിയെടുത്ത് പരിചയമുള്ള ആളുകൾക്കറിയാം ഈ പറയുന്ന കാട്ടിക്കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഒരു 6 ലൈൻ ഈ പറയുന്ന ഒരു സ്പീഡ് വേ, ഈ പറയുന്ന എന്താ പറയുക, ഒരു 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 സ്പീഡ് വേ ഉണ്ടാക്കിയിട്ട് പല സ്ഥലത്തും അത് എലിവേറ്റഡ് ആയിട്ട് വെച്ചിട്ട് വെള്ളം ഒന്നും ഒഴുകിപ്പോകാൻ ഒരു മാർഗവും ഇല്ലാതെ, വെള്ളം എങ്ങോട്ടാ പോകുന്നത്? ഈ 6 വരി പാതയുടെ മുകളിൽ നിന്ന് ഈ പറയുന്ന തുറന്ന ഈ ദ്വാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് സർവീസ് റോഡിലേക്ക് വെള്ളം ഒഴുകുകയാണ്. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കണക്ക് പറയാൻ വേണു, അതിനെന്നെ സമ്മതിക്കണം. കാരണം ഈ ഈ ആളുകളൊന്നും പറയുന്ന പോലെയല്ല. നിങ്ങൾ നോക്കുക, 45 മീറ്റർ വീതിയിലാണ് റോഡ്. 1 കിലോമീറ്റർ ദൂരം എടുക്കുക, അങ്ങനെ 45,000 സ്ക്വയർ മീറ്ററായി ഈ സ്ഥലം. 1 മണിക്കൂറിൽ 1 സെന്റിമീറ്റർ കേരളത്തിൽ മഴ പെയ്യുന്നു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേക സ്ഥലത്ത് 1 മണിക്കൂർ കൊണ്ട് ആ റോട്ടിൽ പെയ്യുന്ന മഴയുടെ അളവ് 4,50,000 ലിറ്ററാണ്. 4 ലക്ഷം ലിറ്റർ. ഒരു 3-4 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്റർ മഴ പല ദിവസങ്ങളിലും പെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1 കിലോമീറ്റർ റോഡിന് മുകളിൽ അത്രയും സമയം കൊണ്ട് 45 ലക്ഷം ലിറ്റർ വെള്ളം പെയ്തൊഴിയും. ഇത് എവിടെയെങ്കിലും പോണ്ടേ? അത് പോകാൻ വഴിയില്ലാതിരിക്കുമ്പോൾ വഴി ഇങ്ങനെ പലതരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നീർച്ചാലുകൾ അതിന്റെ വഴി ഉണ്ടാക്കും. അതാണ് കൂരിയാട് കണ്ടത്. ഒരു 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 വയലില് അതാണ് ഈ സോയിൽ അനലിസ്റ്റുകൾക്കൊക്കെ അറിയാം, ജിയോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഒരു വയലില് നേരെ കൊണ്ടുപോയിട്ട് ടിപ്പറുകളും ടോറസിലും മണ്ണടിച്ചിട്ട് നേരെ ഈ പറയുന്ന കുറച്ച് ഒരു 45-50 സെന്റിമീറ്റർ ഒക്കെ ആകുമ്പോൾ ഒരു 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 റോഡർ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന എന്താ പറയുക, കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പണിയും ചെയ്തിട്ട് ഇത് അങ്ങ് 5, 8, 10, 12 മീറ്റർ ഉയർത്തിയിട്ട് പിന്നെ അതിൻ്റെ മേലെ ഈ പറയുന്ന കുറേ സാധനം ഉണ്ടല്ലോ, ജെല്ലിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങ് ടാർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത മഴക്ക് പ്രകൃതി പകരം വീട്ടും. കാരണം ഈ പെയ്തൊഴിയുന്ന വെള്ളം വരും, നീർച്ചാലുകൾ വരും. സാധാരണ കേരളത്തിൽ പണിയുന്ന ഏത് റോഡ് പണിതിട്ടുള്ള ഏതൊരുത്തനും ഏത് എഞ്ചിനീയർക്കും അറിയാവുന്ന കാര്യമാണ്, 2 അരികിലൂടെയുള്ള ഡ്രെയിനേജ് വേണം, ക്രോസ് ഡ്രെയിനേജ് വേണം. കുറുകെ പോകുന്ന വെള്ളത്തിന് ഒഴിച്ചുവിടാനുള്ള വഴികൾ ഉണ്ടാകണം. കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ഈ ദേശീയപാതയിൽ?